നമസ്കാരം സർ. നമസ്തേ. എന്തിനാ? ഒന്നാം ലോക മഹായുദ്ധത്തിലും രണ്ടാം ലോക മഹായുദ്ധത്തിലും തുടങ്ങി എല്ലാ യുദ്ധങ്ങളിലും അമേരിക്കയുടെ പങ്ക് നേരിട്ടോ അല്ലാതെയോ ഉണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് അമേരിക്ക ഇങ്ങനെ കാണിക്കുന്നത്? എന്തുകൊണ്ടാണ് അമേരിക്ക സൂട്ടും കോട്ടും ഇട്ട് കൊള്ളക്കാരനെ പോലെ പെരുമാറുന്നത് എന്നതായിരിക്കും ഒരുപക്ഷെ കുറെ കൂടെ അർത്ഥവത്തായ ചോദ്യം. കാരണം അവർ വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആൻഡ് പോളിഷ്ഡ് ആണ്. അതിനുള്ള ഉത്തരം, അമേരിക്ക എന്ന രാജ്യത്തിന്റെ ആ ജനതയുടെ DNA-യിൽ തന്നെ കൊള്ളക്കാരനും ക്രിമിനലുമുണ്ട്. അവരുടെ അമേരിക്ക രാജ്യത്ത് ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്ക രാജ്യത്തിന്റെ ജനനം തന്നെ ക്രൈമിൽ കൂടെയാണ് ഉണ്ടായിരിക്കുന്നത്. കുറ്റവാസനയിൽ കൂടെ, കൊള്ളയിൽ കൂടെ, അങ്ങനെയാണ് ഉണ്ടായിരിക്കുന്നത്. അത് മനസ്സിലാക്കണമെങ്കിൽ ആരാണ് ഇന്ന് നമ്മൾ പറയുന്ന അമേരിക്കക്കാരന്റെ മുൻഗാമികൾ എന്ന് മനസ്സിലാക്കണം. അമേരിക്കക്കാർ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ തന്നെയാണ്. ലോകം മുഴുവനും കൊള്ളയടിച്ച് ആ കൊള്ള മുതൽ കൊണ്ട് സാമ്രാജ്യമുണ്ടാക്കി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാക്കി ബ്രിട്ടനെ മാറ്റിയ ബ്രിട്ടീഷ് കൊള്ളക്കാരുടെ ഒരു ശാഖ മാത്രമാണ് അമേരിക്കക്കാർ എന്ന് ഇന്ന് ഞാൻ പറയുന്ന ഈ വെള്ളക്കാർ. 1607 മെയ് മാസം 14 144 പേരുമായി സൂസൻ, കോൺസ്റ്റൻസ്, ഡിസ്കവറി എന്നീ 2 കപ്പലുകളിലായി ടെംപാപ്പി ബേ എന്ന ഇന്നത്തെ വിർജീനിയയിലെത്തുന്നു. ഇന്നത്തെ വിർജീനിയ സ്ഥലമാണ്. ക്യാപ്റ്റൻ ക്രിസ്റ്റഫർ ന്യൂപോർട്ടിന്റെ നേതൃത്വത്തിൽ അറ്റ്ലാന്റിക് സമുദ്രം കടന്നാണ് ഈ 147 ബ്രിട്ടീഷുകാർ എത്തിയത്. പൊതുധാരണയ്ക്ക് വിപരീതമായി അവരാരും ശിക്ഷിക്കപ്പെട്ട കുറ്റവാളികളല്ലായിരുന്നു. നമ്മൾ പൊതുവെ എപ്പോഴും പറയേണ്ട അമേരിക്കയിൽ കൊണ്ടുവന്നത് ബ്രിട്ടീഷ് ക്രിമിനൽസിനെ ആയിരുന്നു. അല്ല, അത് ഓസ്ട്രേലിയയിൽ കൊണ്ടുവന്നാണ്. അമേരിക്കയിൽ കൊണ്ടുവന്ന ബ്രിട്ടീഷുകാർ അങ്ങനെ ആയിരുന്നില്ല. അവരിൽ 40 പേർ യോദ്ധാക്കളായിരുന്നു. കൊള്ളക്കാരല്ല, യോദ്ധാക്കൾ. പിന്നെ പ്രധാന കുടുംബങ്ങളിൽ നിന്നുള്ളവരായിരുന്നു 35 പേര്. അവരെ കൂടാതെ തൊഴിലാളികളും കരകൗശലപ്പണിക്കാരും എല്ലാവരും പുരുഷന്മാരായിരുന്നു. കടലിലേക്ക് എളുപ്പം പ്രവേശനമുള്ള ഒരു കോളനി കണ്ടെത്താൻ വന്നെത്തിയവരായിരുന്നു അവർ. നേറ്റീവ് അമേരിക്കൻസ്, അല്ലെങ്കിൽ പൊതുവെ അറിയപ്പെടുന്ന റെഡ് ഇന്ത്യൻസ് താമസിച്ചിരുന്നതിനടുത്ത് താഴ്ന്ന ഒരു ചതുപ്പ് നിലം അവരതിനെ കണ്ടെത്തി. പൗഹത്തൻ നദിക്ക് അരികിലുള്ള ഈ സ്ഥലം ഏറ്റവും ഉചിതമാണെന്ന് കണ്ടെത്തി. പൗഹത്തൻ നദിയെ അവർ ജെയിംസ് നദി എന്ന് പുനഃനാമകരണം ചെയ്തു, ഇംഗ്ലണ്ടിലെ ജെയിംസ് രാജാവിന്റെ പേരിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട്. നേറ്റീവ് ഇന്ത്യൻസിൻ്റെതായ എല്ലാം ഒന്നൊന്നായി തുടച്ചു മാറ്റുന്നതിന്റെ തുടക്കമായിരുന്നത്. ജൂൺ 15 40 പേർ തിരിച്ച് ബ്രിട്ടനിലേക്ക് പോയി. ബാക്കി 104 പേർ കോളനി നിർമ്മാണത്തിനുള്ള പണികൾ തുടങ്ങി. കോളനിക്ക് അവർ പേര് കൊടുത്തു, ജെയിംസ് കോളനി. അതാണ് അമേരിക്കയിലെ ആദ്യത്തെ ബ്രിട്ടീഷ് കോളനി. ബ്രിട്ടീഷുകാരുടെ ജീവിതവുമായി ഏറെ വ്യത്യാസമുള്ള ഒരു ജനതയാണ് അവർ അവിടെ കണ്ടത്. ഉദാഹരണത്തിന്, എങ്ങനെയാണ് പണി ആയുധങ്ങൾ ഒന്നുമില്ലാതെ ഭാരിച്ച പണികൾ വൃത്തിയായി ചെയ്യുന്നത് എന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായില്ല. റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന ആൾ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. മഴുവോ കോടാലിയോ കൊണ്ടല്ല അവർ വൻമരങ്ങൾ മുറിച്ചു വീഴ്ത്തിയത്. തീ കത്തിച്ചാണ് അവർ മരങ്ങൾ വീഴ്ത്തിയത്. അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് അവരുടെ കയ്യിൽ വഴങ്ങുന്ന രീതിയിലായിരുന്നു അവർ തീയെ മാനിപ്പുലേറ്റ് ചെയ്തിരുന്നത്. ആ മരങ്ങൾ ഉപയോഗിച്ചാണ് അവർ വീടുകൾ നിർമ്മിച്ചത്. അതുപോലെ തന്നെ വൻമരങ്ങൾ ഏതെങ്കിലും മൃഗങ്ങളുടെ സഹായത്തോടെ അല്ല അവർ ആവശ്യമുള്ളിടത്തേക്ക് എത്തിച്ചിരുന്നത്, വലിച്ചു കൊണ്ടുപോവുകയായിരുന്നു. നിലം പുഴുവാനും മൃഗങ്ങളുടെ സഹായമില്ലായിരുന്നു. ബലിഷ്ഠമായ ശരീരത്തിന്റെ കരുത്തുകൊണ്ടാണ് അവർ അതെല്ലാം ചെയ്തിരുന്നത്. ബ്രിട്ടീഷുകാർ നേറ്റീവ് അമേരിക്കക്കാരെ സംസ്കാരമില്ലാത്ത കാട്ടാളന്മാർ എന്നാണ് വിളിച്ചിരുന്നത്. അതിന് കാരണങ്ങൾ പലതാണ്. അവർ പതിവായി കുളിച്ചിരുന്നു. അതിനർത്ഥം ബ്രിട്ടീഷുകാർ പതിവായി കുളിക്കില്ലായിരുന്നു. 2, അവർ ഭൂമി വ്യക്തിഗതമല്ലാതെ ഒരു കമ്മ്യൂണിറ്റിയുടെ ആകെ സ്വത്തായി കണ്ടിരുന്നു. ബ്രിട്ടീഷുകാർ ഓരോ തുണ്ട് ഭൂമിയും അവരുടേത്, ഓരോ പേഴ്സൺ, ഒരു കുടുംബത്തിന്റെ, ഒരു വ്യക്തിയുടേതായി കണ്ടിരുന്നു, കമ്മ്യൂണിറ്റിയുടേതായിട്ട് കണ്ടിരുന്നില്ല. 3, സ്ത്രീകൾക്ക് വിവാഹമോചനത്തിനും ഒന്നിലേറെ പുരുഷന്മാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്കിടയിൽ ക്രിസ്ത്യൻ സിസ്റ്റം ഫോളോ ചെയ്തുകൊണ്ട് തന്നെ അവരുള്ള ഡിവോഴ്സ് അറ്റ് ദാറ്റ് ടൈം ഇറ്റ് വാസ് വെരി വെരി ഡിഫിക്കൾട്ട്. സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് ലൈംഗിക കാര്യത്തിൽ. കൂടാതെ പിന്തുടർച്ച അവകാശം തായ് വഴിയായിരുന്നു. ഇത് ക്രിസ്ത്യൻ വിശ്വാസങ്ങൾക്കെതിരായിരുന്നു. കാരണം അവിടെ എല്ലാം പാട്രിയാർക്കലാണ്, ഇത് മാട്രിലീനിയലാണ്.
ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ ഇവർക്ക് ഇതെല്ലാം സ്ട്രെയിഞ്ച് എന്ന് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരിടത്ത് പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന രീതിയിലല്ല അവിടുത്തെ ആളുകൾ പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മൾ ഉടൻ പറയുന്നത് എന്താണ്? ദേ ആർ അൺകൾച്ചേർഡ്. അവർ നമ്മളെ പോലെ സംസ്കാര സമ്പന്നരല്ല എന്ന് നമ്മൾ ഉടനെ പറയുന്നത്. കാരണം നമ്മളുടേത് എപ്പോഴും മെച്ചമാണെന്ന് ഓരോ വിഭാഗം കരുതുന്നു. ബ്രിട്ടീഷുകാർ അങ്ങനെയാണ് കരുതിയിരുന്നത്. ഇതുകൂടാതെ പ്രകൃതിയോടുള്ള കാഴ്ചപ്പാടിലും പ്രകടമായ വ്യത്യാസമുണ്ടായിരുന്നു. പ്രകൃതി ചൂഷണം ചെയ്യപ്പെടാനുള്ളതാണെന്നാണ് ബ്രിട്ടീഷുകാർ കണ്ടത്. എന്നാൽ മനുഷ്യനും പ്രകൃതിയും പരസ്പര പൂരകങ്ങളെന്നാണ് നേറ്റീവ് അമേരിക്കൻസ് കരുതിയത്. ഭൂമിക്ക് അതിർത്തി തിരിച്ച് വേലി കെട്ടിയിട്ടില്ലാത്തതുകൊണ്ട് നേറ്റീവ് അമേരിക്കക്കാർക്ക് ഭൂമിയുടെ മേൽ അവകാശമില്ല എന്നും ബ്രിട്ടീഷുകാർ കരുതി. ജെയിംസ് ടൗണിന് ശേഷം, അതായത് ആദ്യത്തെ കോളനിക്ക് ശേഷം, ബ്രിട്ടീഷുകാർ 12 കോളനികൾ കൂടെ അടുത്ത 176 വർഷങ്ങൾക്ക് സ്ഥാപിച്ചു. മാസച്യൂസെറ്റ്സ്, ന്യൂ ഹാംപ്ഷയർ, കണക്ടിക്കറ്റ്, റോഡ് ഐലൻഡ്സ്, ഡെൽവയർ, മേരിലാൻഡ്, സൗത്ത് കാരോലിന, നോർത്ത് കാരോലിന, ന്യൂയോർക്ക്, ന്യൂജേഴ്സി, പെൻസിൽവാനിയ. ഇതാണ് 13 കോളനികൾ. നമ്മൾ ന്യൂയോർക്ക് പഴയ നേറ്റീവ് അമേരിക്കൻസിന്റെ സ്ഥലമായിരുന്നു ഇതെല്ലാം കേട്ടോ. കോളനി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി നേറ്റീവ് അമേരിക്കൻസിന്റെ ഭൂമി തട്ടിയെടുക്കുന്നതിന്റെ ഭാഗമായി 100 കൊല്ലങ്ങൾക്കിടയ്ക്ക് 56 ദശലക്ഷം നേറ്റീവ് അമേരിക്കൻസിനെ ഈ ബ്രിട്ടീഷുകാർ കൊന്നു. 56 ദശലക്ഷം, 5.6 crore. 1776 ജൂലൈ 4 യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക രൂപീകൃതമായി. ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസോടെയാണ് ഔപചാരികമായി അമേരിക്ക രൂപീകരിക്കപ്പെട്ടത്. അതിൽ നേറ്റീവ് അമേരിക്കൻസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ദ മെർസിലെസ് ഇന്ത്യൻ സാവേജസ്. ആർക്കാണ് മെർസിലെസ് എന്നുള്ളത്, മെർസി ഇല്ലാത്തതെന്നുള്ളത് നമ്മൾ ചോദിക്കുന്നില്ല. ആരാണ് സാവേജസ് ആയിട്ട് 5.6 കോടി നാട്ടുകാരെ കൊന്നൊടുക്കിയ അമേരിക്കൻസ് ആർ സിവിലൈസ്ഡ്. കൊല ചെയ്യപ്പെട്ട അവര് മെർസിലെസ് സാവേജസ്. അതാണ് കൺക്ലൂഷൻ. അമേരിക്ക രൂപീകൃതമായതിനു ശേഷം നേറ്റീവ് ഇന്ത്യക്കാരോട് അമേരിക്കൻ ഗവൺമെന്റ് ഏറെ ക്രൂരമായി പെരുമാറി. അതായത് അവരുടെ രാജ്യത്ത് അവരെ കൊന്ന് ഒരു രാജ്യമുണ്ടാക്കിയതിന് ശേഷവും ഈ ക്രൂരത നിന്നില്ല. 1500-ലേറെ ആക്രമണങ്ങൾ നേറ്റീവ് അമേരിക്കക്കാരുടെ നേർക്ക് അമേരിക്കൻ ഗവൺമെന്റ് ഉണ്ടായതിനു ശേഷം നടത്തി. അവരെ കൊന്നു, അവരുടെ ഭൂമി കൈക്കലാക്കി. തങ്ങളുടെ കാലിൽ ധരിക്കാനുള്ള ബൂട്ടുണ്ടാക്കാൻ നേറ്റീവ് അമേരിക്കക്കാരുടെ തൊലി നല്ലതാണെന്നാണ് അമേരിക്കൻ നേതാക്കൾ യാതൊരു മറയുമില്ലാതെ പറഞ്ഞു നടന്നത്. അവരെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും പറഞ്ഞു. മരിച്ച നേറ്റീവ് അമേരിക്കക്കാരെ വെച്ച് മറ്റാരും നല്ലവരല്ല എന്നും പറഞ്ഞു. ഓൺലി ദ ഡെഡ് നേറ്റീവ് ആർ ഗുഡ്. അതാണ് എൻ്റെ വേർഡ് സെന്റൻസ്. നേറ്റീവ് അമേരിക്കക്കാരന്റെ തലയോട് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ സമ്മാനം നൽകാനുള്ള ഏർപ്പാടുമുണ്ടാക്കി അമേരിക്കൻ സർക്കാർ. ഇതൊന്നും ഞാൻ പറയുന്നത് എൻ്റെ കയ്യിൽ നിന്ന് പറയുന്നത്. ദീസ് ആർ ഓൾ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ്. ആർക്കൈവ്സിലുള്ള ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ആണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. 1850-ലും 1860-കളിലുമായി കാലിഫോർണിയയിൽ ഒരു നേറ്റീവ് ഇന്ത്യന്റെ തലയോടിന് $5 സമ്മാനമായി ലഭിച്ചിരുന്നു. എന്നാൽ ഒരു ദിവസം മുഴുവനും പണിയെടുത്താൽ കിട്ടുന്നത് 25 സെന്റ്. അതായത് പണി ചെയ്യുന്നതിനേക്കാൾ 20 ഇരട്ടി വരുമാനം കിട്ടും ഒരു നേറ്റീവ് ഇന്ത്യക്കാരനെ കൊന്നാൽ. അപ്പോൾ ആളുകൾ ഏതിന് പോകും? പണി ചെയ്യാൻ പോകുമോ, കൊല്ലാൻ പോകുമോ? രാപ്പകൽ പണിയെടുക്കുന്നതിനേക്കാൾ എളുപ്പവും ലാഭകരവും നേറ്റീവ് ഇന്ത്യക്കാരനെ കൊല്ലുക എന്നതായിരുന്നു. കാലിഫോർണിയയിലെ നേറ്റീവ് ഇന്ത്യക്കാരുടെ ജനസംഖ്യ 1,00,000, കാലിഫോർണിയയിലെ മാത്രമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. നേറ്റീവ് ഇന്ത്യക്കാരുടെ ജനസംഖ്യ 1,50,000-ൽ നിന്ന് 30,000-ആയി കുറയാൻ കുറച്ച് വർഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. 1,50,000-ൽ നിന്ന് 30,000, അതായത് 1,20,000-ഓളം പേരെ കൊല്ലുന്നു കുറച്ച് വർഷങ്ങൾ കൊണ്ട്. ഇന്ന് അമേരിക്കയിലെ ആകെ ജനസംഖ്യയുടെ 2.1% മാത്രമാണ് നേറ്റീവ് അമേരിക്കക്കാർ. ബ്രിട്ടീഷുകാർ 1607-ൽ വന്ന നാളത്തെ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ നേറ്റീവ് അമേരിക്കക്കാരുടെ ജനസംഖ്യ 98%-ലേറെ കുറഞ്ഞു. നേറ്റീവ് അമേരിക്കക്കാരുടെ ജനസംഖ്യ കുറയാൻ കൂട്ടക്കുരുതി മാത്രമല്ല, വേറെയും ഉണ്ടായിരുന്നു അമേരിക്കക്കാരുടെ പദ്ധതികൾ. 1930-ൽ US ബ്യൂറോ ഓഫ് ഇന്ത്യൻ അഫയേഴ്സ് നേറ്റീവ് അമേരിക്കൻ സ്ത്രീകളുടെ ഇടയിൽ നടത്തിയ ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമായി അവരറിയാതെ അവരെ വന്ധ്യീകരിച്ചു. 40 വർഷം കൊണ്ട് 42% നേറ്റീവ് ഇന്ത്യൻ സ്ത്രീകളെ പ്രസവിക്കാൻ കഴിവില്ലാത്തവരാക്കി മാറ്റി. 70,000-ലേറെ പേരെ നിർബന്ധിതമായി വന്ധ്യീകരണത്തിന് വിധേയരാക്കി. ഈ 70,000 പേരെന്ന് പറഞ്ഞത്
നേരത്തെ പറഞ്ഞ അവരറിയാതെ അവരെ വന്ധീകരിച്ചത് പുറമെയാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഓർക്കണം, എമർജൻസി കാലഘട്ടത്തിൽ സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഫോഴ്സ്ഫുൾ ഈ വന്ധീകരണം നടത്തിയതിന് എന്തോ ഒരു പ്രക്ഷോഭം ഉണ്ടായി. അതിനുശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ഗവൺമെന്റ് തോക്കുന്നതിന് പ്രധാന കാരണങ്ങൾ ഒന്ന് അതായിരുന്നു. 1830 അമേരിക്ക ഇന്ത്യൻ റിമൂവൽ ആക്ട് പാസ്സാക്കി. പേര് നോക്കണം, ഇന്ത്യൻ റിമൂവൽ ആക്ട്. കിഴക്കൻ അമേരിക്കയിൽ താമസിക്കാനുള്ള നേറ്റീവ് അമേരിക്കക്കാരുടെ അവകാശത്തെ എടുത്തു കളയുന്നതായിരുന്നു ആ നിയമം. 100,000-ലേറെ ആൾക്കാർക്ക് സ്വന്തം വീടും കുടിയും വിട്ട് ഏറെ ദൂരെയുള്ള മിസിസിപ്പി നദിയുടെ പടിഞ്ഞാറേ ഭാഗത്തേക്ക് ചേക്കേറാനുള്ള ദിവസങ്ങളോളം നീണ്ട യാത്രയുണ്ടായിരുന്നു. ആ യാത്രക്കിടയിൽ തന്നെ 10,000-കണക്കിന് മനുഷ്യർ ചുട്ടുപൊള്ളുന്ന വെയിലത്ത് മരിച്ചു വീണു. അങ്ങനെ മാറി താമസിക്കാൻ തയ്യാറാകാത്തവരെ അമേരിക്കൻ പട്ടാളം വെടിവെച്ചു കൊന്നു. അങ്ങനെ തദ്ദേശീയരായ മനുഷ്യരുടെ ചോരയിൽ കെട്ടിപ്പൊക്കിയ, അവരുടെ സമ്പത്ത് കൊള്ളയടിച്ച് പടുത്തുയർത്തിയ രാഷ്ട്രീയ, സാമൂഹ്യ, സാമ്പത്തിക സംസ്കാരമാണ് സൂട്ടും കോട്ടും ഇട്ടുകൊണ്ട് നടക്കുന്ന അമേരിക്കൻ സായിപ്പിന്റെ യഥാർത്ഥ അടിത്തറ, ജനറ്റിക്കൽ ബേസ്, ദ റിയൽ DNA. അത് പല രൂപത്തിൽ പല കാലങ്ങളിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയതാണ് ഇറാന് നേരെയുള്ള ഈ ആക്രമണം.